എൻ്റെ കുടുംബത്തിനും ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു കൂട്ടായ്മയുടെ ദൈവമക്കളോട് ചേർന്ന് കൂടി വരുവാനായിട്ട് കർത്താവ് അവസരം തന്നല്ലോ. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ഏകദേശം 30 പരം ആളുകൾ ഇത് പലയിടങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജർമ്മനിയിലുള്ള സഭാ പ്രവർത്തനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നല്ലോ. ഞങ്ങളുടെയും പ്രാർത്ഥന നിങ്ങളോടുള്ള ബന്ധത്തില് നിശ്ചയമായും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, മേലാലും അങ്ങനെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ആത്മീയ പ്രബുദ്ധതയുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയെല്ലാം ആശ്വാസത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും കർത്താവിൻ്റെ പാദാന്തികെ ചേർന്ന് വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. കർത്താവിൻ്റെ വചനത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് നിഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ നിർവഹിച്ച പ്രിയ സഹോദരങ്ങളോട് എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ട്. വന്നുകൂടിയ ജനത്തിന് ആവശ്യമായ ആലോചന ഞങ്ങളുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് പറ്റിയതും ഫലിച്ചതുമായ ദൂതുകൾ സംസാരിക്കണമെന്ന് ഇവിടെയുള്ള ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറ്റിയതും ഫലിച്ചതുമായത്. പലപ്പോഴും എനിക്ക് അതിനോട് അത്ര കണ്ട് യോജിപ്പില്ല എങ്കിലും നമുക്ക് മതിയായ ഒരു കർത്താവുണ്ട്. ഏതാ? പറ്റിയതായ, സ്നേഹിക്കുന്നതായ, കൈവിടാത്തവനായ, കരുതുന്നവനായ, സൗഖ്യമാക്കുന്നവനായ, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനായ, നമുക്ക് എല്ലാറ്റിനും മതിയായ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവിനോടുകൂടെ നാം ചേർന്നിരിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് കർത്താവിൻ്റെ ശബ്ദം നമുക്ക് അനുഗ്രഹമാണ്. ദൈവ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. നമ്മൾ ഈ ബന്ധപ്പെട്ടിരിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് എന്ന് പറയാതെ എല്ലാവർക്കും അറിയാം. ഇനി അധികകാലം മുന്നോട്ടുണ്ടോ എന്ന് ഭക്തന്മാരൊക്കെ കണ്ടവാനും ആവേശഭരിതരായി കർത്താവിൻ്റെ നാളുകൾ അടുത്തു എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്നവരും അധ്വാനിക്കുന്നവരും കർത്താവിൻ്റെ വേലയില് ഉറച്ചു നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ കുത്തൊഴുക്കില് കാലുകൾ ഇടറി അവിടെ എവിടെയൊക്കെ ചെന്ന് തട്ടി തകർന്നു പോകുന്ന അനേകരും നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ നിലനിർത്തട്ടെ. ഞാൻ ജാമ്യം എടുക്കുകയല്ല. ഇന്നത്തെ ദൂതിൻ്റെ വചന ശുശ്രൂഷയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വചനത്തിലൂടെ ഒന്ന് പറയാൻ ഒറ്റ വാക്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ഇൻട്രൊഡക്ഷനായിട്ട് കരുതിയാൽ മതി. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവരെന്തായിരിക്കും പ്രതീക്ഷിക്കുക? നമുക്ക് തന്നെ അറിയാം. ഒന്ന്, കർത്താവ് നിങ്ങളുടെ രോഗം മാറി, നിങ്ങൾ ഇപ്പോൾ സൗഖ്യമുള്ളവരായിട്ട് പോവുക.
എന്ന് പറയണം. അല്ലെങ്കിൽ മറ്റു ചിലരോട് കർത്താവ് കാണിച്ചതുപോലെ തൊട്ട് സൗഖ്യമാക്കുന്ന അങ്ങനെ ഒരു കർത്താവിന്റെ സ്പർശനം അവർക്കുണ്ടാകണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ധാരണകളുമായിട്ടായിരിക്കാം അവര് യേശുവിന്റെ അടുക്കൽ വന്നു. അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്ററാക്ഷൻ കർത്താവിന്റെ പക്കൽ നിന്നുണ്ടാകണം. ഇങ്ങോട്ടെ ഇവരതങ്ങോട്ട് പ്രതീക്ഷിക്കുക, ആ ഒരു സ്പർശനം ഉണ്ടാകും. എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച്, അവരെയും ഞെട്ടിച്ച് കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞില്ല, പോകുന്ന വഴിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല, ഞാൻ സൗഖ്യമാക്കാമെന്നും പറഞ്ഞില്ല. നിങ്ങളെ തന്നെ പുരോഹിതനെ കാണിക്കുക എന്നാണ് അവരോട് പറഞ്ഞത്. ആ ഒരു പാറ്റേണിലാണ് ഇന്ന് രാത്രി ഞാനും എൻ്റെ ഹൃദയത്തെ ദൈവാത്മാവിന്റെ ഒരു നിയോഗം വചന ശുശ്രൂഷയ്ക്കായിട്ട് തന്നിരിക്കുന്നു. ഞാനൊരു പ്രസംഗനല്ല, ഞാൻ നിങ്ങളുടെ ദൈവദാസനുമായിട്ട് അടുത്ത പരിചയമുള്ള ആളായതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നെ വിളിച്ചതേ ഉള്ളൂ. ഞാനത് മനസ്സിലാക്കി കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് വരുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങൾ വായിച്ചപ്പോഴേ ഇതിനകത്ത് നിന്ന് ഇനിയും വേറെ ഭാഗങ്ങളൊന്നുമില്ല. ഒന്നുകിൽ നാശം, അല്ലെ മാനസാന്തരം, ന്യായവിധി, അങ്ങനെയൊക്കെയുള്ള ന്യായാധിപൻ, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ വായിച്ചത്. പക്ഷേ എൻ്റെ ഹൃദയത്തില് ഈ ഭാഗത്ത് ഞാൻ ദൈവവചനം തുറന്നു നോക്കി ഇത് വായിച്ചു. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുക. എന്നോടും സംസാരിക്കാൻ ഞാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ ഇന്നത്തെ സഭ എന്ന് നമ്മുടെ പർട്ടിക്കുലർ സഭയല്ല, ആഗോള വ്യാപകമായ ദൈവമക്കൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആ സമൂഹത്തെക്കുറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശം ദൈവവചനത്തിന്റെ വെളിപ്പാടിനാൽ കേന്ദ്രീകൃതമാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു,
ഇതൊരു മാനുഷികമായ ആലോചനയല്ല, ദൈവത്തിന്റെ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ആ വെളിപ്പാട് കാലോചിതമായ പ്രോഗ്രഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളിൽ ആ വെളിപ്പാടിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് അത് പോകും, അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് അത് എത്തും. നിങ്ങളൊക്കെ വിദേശത്തുള്ളവരാണല്ലോ. നിങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളിലൊക്കെ ഉണ്ടായ ഒരു ഫീലിംഗ് വേണേ പറയാം. ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിന്തിക്കും എത്ര മണിക്കൂർ യാത്ര ചെയ്യണം. അതൊരു വലിയ പാടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. രാത്രിയും പകലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇനിയും കുറെ മണിക്കൂറുകൾ യാത്ര ചെയ്യണം, ഇനിയും വണ്ടി മാറിക്കയറണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരളവിൽ പല വണ്ടിയും മാറിക്കേറി നമ്മുടെ നാട്ടിലേക്ക് വിമാനയാത്ര അവസാനിക്കുന്ന ആ നേരത്തുണ്ടാകുന്ന ആ ചിന്ത, അയ്യോ ഞാൻ എൻ്റെ വീടിനോട് എൻ്റെ നാടിനോട് അടുക്കുകയാണല്ലോ. ആ നേരത്തെ ഉണ്ടായിരുന്ന അതെല്ലാം അങ്ങ് മാറി. ഇനി എത്ര ദൂരം എന്നുള്ളത് ചോദിക്കുന്ന ആ ചോദ്യം മാറി. ഞാൻ എൻ്റെ വീടിനോട് നാടിനോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അടുക്കുകയാണ്. വീണ്ടും നിങ്ങളെ സ്വീകരിക്കാൻ ആൾക്കാർ വരുന്നു. ആ വണ്ടിയുമായിട്ട് നിങ്ങളുടെ വീടിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷം പോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവിക വെളിപ്പാടിനാൽ നാം ശ്രദ്ധിക്കുമ്പോൾ ആ വെളിപ്പാടുകളുടെ അവസാന സമയങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ ഒരു വിചിന്തനം ആവശ്യമാണ്, അവിടെ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്, അവിടെ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്, അവിടെ ചില മാനസാന്തരം ആവശ്യമാണ്, അവിടെ യഥാസ്ഥാനം ആവശ്യമാണ്. അതാണ് നാം ഇന്ന് രാത്രി അല്പമായിട്ട് ചിന്തിക്കുന്നത്. നാം ഈ 13-ാം അധ്യായം വായിക്കുമ്പോൾ അതേ സമയം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മുൻപ് കർത്താവ് പറഞ്ഞ, അഥവാ 12-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുടെ തുടർച്ചയാണ് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് 12-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആരോടൊക്കെയാ പറഞ്ഞ്? ആദ്യം ശിഷ്യന്മാരെ വിളിച്ച് കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പുരുഷാരത്തോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അത് 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങള് വിധാനത്തിലേക്ക് നോക്കും. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, അത് ദിക്കിലേക്ക് നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ മേഘം ഉയരുന്നത് കണ്ടാൽ നിങ്ങൾ പറയും ഉടനെ മഴ വരും. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. രണ്ടാമത് പറയുന്നു, തെക്കൻ കാറ്റ് വീശുമ്പോൾ കഠിനമായ വരൾച്ച വരുന്നു, ചൂട് കൂടും എന്ന് നിങ്ങൾ പറയുന്നു. അത് കർത്താവ് അപ്പോൾ തന്നെ ആ കഴിവ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചതാണ് കർത്താവിന് ഭാരമായിട്ട് വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇടയ്ക്ക് കയറി അങ്ങ് പറഞ്ഞു പോകാം. നമ്മുടെ കഴിവുകൾ നമ്മൾ പല മേഖലകളിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമാ, നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാ, ചിലപ്പോൾ മക്കൾക്കോ കുടുംബത്തിനോ ഒക്കെ ഇഷ്ടമാ.
കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ കഴിവുള്ള ഒരാളുണ്ടല്ലോ. നമ്മളത് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. നല്ലതാണ്. ആത്മീയ ഗോളത്തിലും അങ്ങനെ ചില പ്രോത്സാഹനങ്ങൾ, അവർക്ക് നല്ല കഴിവുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നതൊക്കെ ചിലർക്ക് വലിയ താല്പര്യമാണ്. ആ കഴിവിനെ കർത്താവ് നിഷേധിക്കുന്നില്ല, നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കഴിവ് ദൈവം നമുക്ക് തന്നതാണെന്ന് നമ്മൾ ഓർക്കുമ്പോൾ, നമ്മുടെ കഴിവ് അതെങ്ങനെ ഈ കഴിവ് തന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കാതെ വരുമ്പോൾ ഈ കഴിവ് തന്ന ദൈവം ഭാരപ്പെടും, നിശ്ചയമായി ദുഃഖിക്കും. നമ്മളെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ കഴിവിനാലും നമ്മുടെ കരുത്തിനാലും നമ്മുടെ സാഹചര്യത്താലും അവരെ നമ്മൾ കരുതുമ്പോഴാണ് അവർക്ക് ആ വലിയ സന്തോഷമുണ്ടാകുന്നത്. കാരണം അസ്ഥാനത്തായി പോയില്ലല്ലോ എന്നവരുടെ മനസ്സിൽ വരും. ഇതുപോലെ നമുക്ക് കഴിവ് തരുന്ന, പ്രാപ്തി തരുന്ന ദൈവത്തെ ഓർക്കാനും ആരാധിക്കാനും കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി തീരാനും ദൈവസഭയിൽ നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാനും നമുക്ക് ദൈവം തരുന്നതിന് ഒത്തവണ്ണം പ്രയോജനപ്പെടാനും ഇടയാകണം. അത് ഈ ഭാഗത്ത് നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ അത് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിരീക്ഷണ പാഠവും നല്ലതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിവുള്ളത് നല്ലതാണ്. വിവേചന അധികാരമുള്ളത് നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ കർത്താവ് ഇവിടെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആ കഴിവിനെ കർത്താവ് ശാസിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നു. കർത്താവിൻ്റെ ഭാഷയില് കപടഭക്തിക്കാരെ എന്നാണ് പറയുന്നത്. കപടഭക്തിക്കാരെ, ഭൂമിയുടെ ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാലത്തെ പറ്റി നിങ്ങൾ വിവേചിക്കാൻ അറിയാതെ പോയത്? ദൈവത്തിന് മഹത്വം. കർത്താവിന് അതാണ് പ്രയാസം. അപ്പൊ അവരുടെ കഴിവ് ഈ കാലത്തെ പറ്റി അറിയാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരുന്നിട്ടും മനസ്സിലാക്കാമായിരുന്നിട്ടും അതവരെ ഉപയോഗിക്കാതെ പോകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മള് ദൈവസന്നിധിയിലിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ. നമ്മുടെ ആവശ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. പക്ഷെ കർത്താവ് അവരെ പറഞ്ഞു വിട്ടത് പുരോഹിതനിൽ ആ സൗഖ്യം നടന്നു. ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ദൈവമുണ്ട്. ഞാൻ ആ വചനത്തെ നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ, നമുക്ക് ഒത്തിരി കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിവേചിക്കേണ്ടതിനെ വിവേചിക്കണം, നമ്മൾ അറിയേണ്ടതിനെ അറിയണം. നമ്മളിത് കാണാതെ പോകരുത്. ദൈവം തന്ന കഴിവിനെ ഉപയോഗിക്കാതെ പോകരുത്. ഇനി അധിക കാലമില്ല എന്ന് നാം അറിയുന്നെങ്കിൽ, ഞാൻ അതിൻ്റെ കാലക്കണക്ക് പറയാൻ ഈ സമയം എടുക്കുന്നില്ല, കാരണം അല്പ മിനിറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ദൈവം തന്ന സാഹചര്യത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ചിന്തിക്കണം. ഇവിടെ വിവേചിക്കാതെ പോയത് എന്താണ്? ഇവിടെ വിവേചിക്കാതെ പോയത് അവരുടെ അരികിലേക്ക് വന്ന, അവരുടെ രക്ഷയ്ക്കായിട്ട് വന്ന, വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ അവരറിയാതെ പോവുകയാണ്. അപ്പൊ അറിയേണ്ടതിനെ അറിയാതെ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ അറിയേണ്ടതിനെ
അറിയാതെ പോകരുത്. എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പാടുകൾ അറിയാതെ പോകരുത്. ഈ കാലഘട്ടത്തിലെ ദൂത് അറിയാതെ പോകരുത്. ഒരുപക്ഷെ നമ്മുടെ സഭകളിൽ നിങ്ങളുടെ കർത്താവിന് ദാസനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീക ദൂതുകൾ അറിയാതെ പോകരുത്. വരുവാനുള്ള ആ വലിയ വിപത്തിനെ മുൻകൂട്ടി ദൈവാത്മാവ് അറിയിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകരുത്. നശിച്ചു പോകുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലൂടെ പോകുന്നു. അവരോട് കർത്താവിനെ കുറിച്ച് പറയേണ്ടത് ഞാനാണ് എന്ന് അറിയാതെ പോകരുത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് മൂടി വെച്ച് വെറുതെ ഇരിക്കരുത്. അറിയാതെ പോകരുത്. ദൈവം തന്നതാണ്, അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ അങ്ങനെ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ, കണ്ടിട്ടും കാണാതെ, കേട്ടിട്ടും കേൾക്കാതെ നിസ്സംഗതരായി അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിച്ച് നമ്മള് മടുപ്പുള്ളവരായി തീരാതിരിക്കാൻ ഈ വചനങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അധികം 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 കർത്താവിന്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടാൻ ഇടയാകണം. അവരുടെ ധാരണ, അവരുടെ കഴിവ് അതൊരു തെറ്റായ ധാരണയിലേക്ക് അവർ കൊണ്ടുപോയി. രണ്ട് സംഭവങ്ങൾ ഇവിടെ കർത്താവ് പറയുകയാണ്. രണ്ട് സംഭവങ്ങൾ. അതിലൊന്ന്, അവരുടെ മുമ്പിൽ ഗലീലക്കാരുടെ രക്തം എന്നുള്ള വിഷയം കർത്താവ് പറയുകയാണ്. നമുക്കറിയാം ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങ് വളരെ വടക്ക് ഭാഗത്ത് ഉള്ള ഗലീലയിൽ നിന്ന് ഇങ്ങ് തെക്ക് ഭാഗത്തുള്ള യെരുശലേം ദേവാലയത്തിലേക്ക് ബന്ധപ്പെട്ട് ഗലീലയിലെ ആളുകൾ ആരാധനയ്ക്ക് വരും. ഒരു ബുദ്ധിമുട്ടിയാ വരുന്നത്, യാഗം കഴിക്കാനൊക്കെ വരുന്നതാണ്. അപ്പൊ ഗലീലയിലെ യഹൂദന്മാരാണ് യാഗം കഴിക്കാനായിട്ട് വരുന്നത്. പക്ഷെ അവര് ഗലീലക്കാരായതുകൊണ്ട് അവരെ അവഗണിക്കുന്ന ഈ തെക്ക് ഭാഗത്തുള്ള യഹൂദന്മാർ, അവർക്ക് ഉണ്ടായ ഒരു വലിയ എന്താ പറയാ വിപത്ത്. ആ വിപത്ത് എന്തായിരുന്നു? പീലാത്തോസ് അവരെല്ലാം വെട്ടിക്കൊന്നു എന്നുള്ളത്. രക്തസാക്ഷികളെ, ആരാധനയ്ക്ക് വന്നവരെ കൊല്ലപ്പെടുവാൻ ഇടയായി. അപ്പൊ അവര് പറഞ്ഞു, അവരുടെ കുഴപ്പം കൊണ്ടും അവരുടെ വിധി കൊണ്ടും ഒക്കെയാണ്, അവരൊക്കെ അതിന് അർഹരാണ്. അത് നമ്മളാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പാപികളായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് അവരെ കൊന്നുകളഞ്ഞത്. ആ ഒരു സംഭവം കർത്താവ് പറഞ്ഞു. നമുക്ക് ബൈബിളിൽ അതിന്റെ ആഴമായ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഇത്രയുമേ അതിനെ പറയുന്നുള്ളൂ. നമുക്കത് അത് വലിയ പിന്നെ കൂടുതലായിട്ട് അറിയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് പറയുകയാണ്, ശീലോഹാമിലെ ഒരു ഗോപുരം വീണ് 18 പേര് മരിച്ചുപോയി. നമുക്കറിയാം കേരളത്തില് ഇന്ന് വയനാട്ടില് ഉണ്ടായ വലിയ ദുരന്തങ്ങൾ അല്ലേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കങ്ങളൊക്കെ നടക്കുക, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നു, സുനാമി മുന്നറിയിപ്പ്, ഭൂമി ഉലുക്കം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, അതൊക്കെ അവരുടെ ഫെയ്റ്റ് എന്ന് പറഞ്ഞ ആളുകൾ അവരെ അങ്ങ് തരം താഴ്ത്തുകയാണ്. ഇങ്ങനെ യഹൂദന്മാർ ഈ രണ്ട് വിഷയത്തില് ഇവരെ തരം താഴ്ത്തി. ആ തരം താഴ്ത്തൽ മനോഭാവത്തെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ കേൾക്കുന്ന ആളുകളോട് കർത്താവ് പറയാണ്,
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അതാണ് കർത്താവിനോട് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള കാര്യമല്ല. അത് ദൈവസഭ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം ശുശ്രൂഷകന്മാരായാലും അല്ലാത്തവരായാലും എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാം. എപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കാൻ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയും. യഥാസ്ഥാനപ്പെട്ടുകൊണ്ടേയിരിക്കാൻ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈഗോയൊക്കെ ആണല്ലോ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിനി എനിക്ക് എന്ത് നാശം വന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റായ ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് നമ്മൾ ശരിയാക്കാൻ നിൽക്കണ്ട, അതിനെ അങ്ങ് ഒഴിവാക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയ്ക്ക് നമ്മെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം ആരെ റിജക്റ്റ് ചെയ്യും, നാം ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അധികം പ്രയോജനപ്പെടാൻ, ഫലം കായ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് കർത്താവ് പറഞ്ഞിട്ട് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ആ 7-ാം വാക്യത്തിൽ പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം, അത് അത്തിവൃക്ഷമാണ്. ആ അത്തിവൃക്ഷത്തെ 3 വർഷം കൊണ്ട് നോക്കി. 3 വർഷം കൊണ്ട് നോക്കിയിട്ട് അതിന് ഫലമില്ല. ഫലമില്ലാത്തത് കൊണ്ട് മുന്തിരിത്തോട്ടക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, അതിനെ അങ്ങ് വെട്ടിക്കളയാം. എന്തിനാ വെട്ടിക്കളയുന്നത്? ഫലമില്ലാത്തത് കൊണ്ട് വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. അപ്പൊ മുന്തിരിത്തോട്ടക്കാരൻ പറഞ്ഞു, ഞാന് ഇതിന്റെ ചുറ്റും അതിനെ വളരാനും ഒക്കെ ആയിട്ട് അധ്വാനമൊക്കെ ഒത്തിരി ചെയ്തു, വേണ്ടുവോളം വളമിടുന്നുണ്ട്. നമ്മള് 1 വർഷം കൊണ്ട് എനിക്കിതാ ഫലം കായ്ക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അടുത്ത വർഷം ഫലം കായ്ച്ചില്ലേലെ വെട്ടിയേക്കാവുന്നത്. അതാണ് ഇവിടെ നമ്മുടെ ചിന്താ വിഷയം. ഞാനിത് ഈ അത്തിവൃക്ഷത്തെ പറ്റി കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? മുന്തിരിത്തോട്ടം 2 നിലയിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് പറഞ്ഞതിന് ഒട്ടും വ്യത്യസ്തം അല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിലൊന്ന്, ഈ മുന്തിരിത്തോട്ടം വാഗ്ദത്ത ഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം. ആ വാഗ്ദത്ത ദേശത്ത് നടപ്പെട്ട, ദൈവമാക്കിയ യഹൂദ മക്കൾ അവർ വാഗ്ദത്ത സന്തതികളാണ്. അതിനെ അങ്ങനെ നമുക്ക് കരുതാം. മറ്റൊന്ന്, ഈ മുന്തിരിത്തോട്ടം ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടം, ഇതിനകത്ത് ദൈവം നമ്മെ നട്ടിരിക്കുകയാണ്, ദൈവസഭയെ നട്ടിരിക്കുകയാണ്. അത് ഈ അത്തിയോട് ഉപമാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മിൽ നിന്ന് കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നത് ഇവിടെ വ്യക്തമാണ്. അത് മറ്റൊന്നുമല്ല, ഫലമാണ്. നമ്മൾ ധാരാളം ഗുണങ്ങളുണ്ട്, നമ്മൾ ഒത്തിരി പ്രയോജനപ്പെട്ടവരാ. എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർക്കും എടുത്തു പറയാനുണ്ട്. എല്ലാവരുടെയും കഴിവ് വ്യത്യസ്തമാണ്, എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, സാമ്പത്തിക ആസ്തി വ്യത്യസ്തമാണ്. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലായാലും ഉള്ള അവസ്ഥയുടെ നടുവിലായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് മറന്നു കളയുന്ന ദൈവമല്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്ന, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് പ്രതിബന്ധങ്ങളായാലും അതിന്റെ നടുവിലേക്ക് കൈ നീട്ടി നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരാണ് എങ്കിലും ആ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഫലമാണ്. അത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വേദഭാഗത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമ്മൾ ഒത്തിരി വായിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ വളരെ വേഗത്തില് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ കാരണങ്ങൾ പറയാം. ഏതാ? നമ്മളൊരു കാര്യം ചെയ്താൽ അതിനൊരു കാരണം, നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ ആ ചെയ്യാത്തതിനൊരു കാരണം. അതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. അത് ഒരു വശത്ത് നല്ലതാണെന്ന് തോന്നിയാലും ഒത്തിരി ദോഷങ്ങൾ അത് നിമിത്തം ഉണ്ടാകാറുണ്ട്. ഞാൻ ചെയ്യാത്തത് ഇന്നതാകാറുണ്ട്. എനിക്ക് നമ്മൾ പറയല്ലേ, എനിക്ക് അതിന് കഴിവില്ല, അല്ലെ ദൈവം എനിക്ക് തന്നില്ല, അങ്ങനെയൊക്കെയാ നമ്മൾ പറയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുള്ള ഒരു വിഷയം തന്നെയാണ് ഈ അത്തിയുള്ള ബന്ധത്തിൽ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ബഥാനിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബഥാനിയ എന്ന ഗ്രാമം, അത് പറയുമ്പോൾ ആരുടെ വീടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി. യെരൂശലേമിൽ നിന്ന് ഏകദേശം 5 മൈൽ മാറി വളരെ അടുത്ത ഒരു ഗ്രാമം അല്ലെ. കർത്താവ് കൂടെ കൂടെ യെരൂശലേമിൽ വരുമ്പോൾ ബഥാന്യ വഴിയായിട്ടാണ് വരിക. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നവരും പരിചരിക്കുന്നവരും ആഹാരം കൊടുക്കുന്നവരും കരുതുന്നവരും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കർത്താവ് നിശ്ചയമായും കർത്താവ് അവരെ സ്നേഹിച്ചു, അവർ കർത്താവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ബഥാന്യ കർത്താവിനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എന്നാല് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണത്തിനൊക്കെ തൊട്ടു മുമ്പ് ഏതാ ആ ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ചയായിരിക്കാം. അപ്പോ ആ ദിവസം ബഥാന്യയിൽ നിന്നാണ് കർത്താവ് യാത്ര തിരിക്കുന്നത്. അപ്പൊ കർത്താവ് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേ ബഥാന്യയിൽ തന്നെയാണ്, ബഥാന്യയിൽ വിദൂരമല്ലാത്ത ആ യാത്രയിൽ ദൂരേന്നൊരു വലിയ അത്തിവൃക്ഷത്തെ കണ്ടു. നാം വായിക്കുന്നു, കർത്താവിന് വിശന്നു. കർത്താവ് എന്നിന്റെ അടുക്കിലേക്ക് വന്നു. കർത്താവ് നോക്കിയപ്പോൾ ഒത്തിരി ഇലയുണ്ട്, എന്നാ ഫലം കാണും എന്ന് വിചാരിച്ച് ഫലം നോക്കി. കർത്താവ് ഉദ്ദേശിച്ച പോലെ ഒരു ഫലവും കണ്ടില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ആ അത്തിയെ അങ്ങ് ശപിച്ചു. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന പോലല്ല വേറൊരാൾ ചിന്തിക്കുന്നത്. കർത്താവ് എവിടുന്നാ വന്നെന്ന് ഞാൻ പറഞ്ഞു, ബഥാന്യയിൽ നിന്നാ. ബഥാന്യ എന്ന വാക്കിന്റെ അർത്ഥം അത്തിയുടെ വീടെന്ന്, അല്ലെങ്കിൽ അത്തിപ്പഴത്തിന്റെ വീടാണ്. നോക്കിക്കോണേ, അത്തിപ്പഴത്തിന്റെ വീട്ടിൽ നിന്നാണ് കർത്താവ് വരുന്നത്. ഇനി വേറൊരു പ്രത്യേകത, കർത്താവ് എപ്പോ വന്നാലും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അപ്പൊ കർത്താവ് ഈ പ്രാവശ്യം വന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെയാണോ വന്നേ? അല്ലെ കർത്താവിന് അവരൊന്നും കൊടുത്തില്ലേ? അത് മോശമായി പോയി. അല്ലെ കർത്താവിന് അവരോട് എന്തേലും നീരസം കാണും, അതുകൊണ്ടാണ് കഴിക്കാതെ വന്നേ. അങ്ങനെ വിശപ്പ് മാറ്റാൻ സാധ്യതയുള്ള ഒരു വീട്, ഒരു സ്ഥലം, അവിടെ ഒരത്തിയല്ല ഒത്തിരി അത്തികളുണ്ട്. എന്നാൽ അവിടെ കർത്താവിന്റെ വിശപ്പ് മാറ്റാതെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഫലമില്ലാത്ത ഒരു അത്തിയുടെ അടുക്കലേക്ക് വന്നു. സീസൺ അല്ലായിരുന്നല്ലോ. പ്രതീക്ഷിക്കാതെ വന്നാൽ അങ്ങനെയാണല്ലോ, പോകാം.
വല്ലതും പറഞ്ഞേച്ച് നേരത്തെ വരണം, ഞങ്ങളോട് പറയണം, എന്നാൽ ഞങ്ങളും അത് സഹകരിക്കാം. ഞങ്ങളോട് പറയാതെ എങ്ങനെ ഞങ്ങൾ അറിയുന്നു? ഇതെല്ലാം നമ്മുടെ ന്യായം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവ് വന്നു. ഇനിയൊരു ചോദ്യം. കരയിലിരിക്കുന്ന കർത്താവിന് മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുന്ന ദ്രഹ്മപ്പണം കാണാൻ കഴിയുമെങ്കിൽ ആളുകൾ കൊടുക്കാൻ വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച ചിന്തകൾ കർത്താവിന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഈ അത്തിയില് ഫലമില്ല എന്ന് അറിഞ്ഞിട്ടും എന്തിനാ കർത്താവ് അവിടെ വന്ന് നോക്കിയത്? ഇതൊരു ന്യായമല്ലേ? ഓഫ് സീസൺ അല്ലേ? ഇപ്പോഴാണോ വരുന്നേ? ഇതെല്ലാം നമ്മുടെ ന്യായങ്ങളാണ്. കർത്താവേ, ഞാൻ വിളിക്കുമ്പോൾ നീയെ ഉത്തരമല്ലാണ്. നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് 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 കിടക്കും, ഒരു ശബ്ദം ഉണ്ടാകുകയില്ല. നമ്മൾ എങ്ങനെയും അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അപ്പൊ കർത്താവിന്റെ ശബ്ദം, മകനെ നിന്നെ സഹായിക്കാൻ ഞാൻ വന്നു. ഇപ്പോഴാണോ വരുന്നേ? ഞാൻ കരഞ്ഞോണ്ടിരുന്നപ്പോ എന്താ വരാഞ്ഞ്? ലാസർ ദീനമായി കിടന്നതാ. അപ്പോഴാണ് കർത്താവിനെ വിവരം അറിയിച്ചത്. കർത്താവ് വന്നില്ല. 4-ാം നാള് കർത്താവ് വരിക. ഇപ്പോഴാണോ വരുന്നേ? കർത്താവിനൊക്കെ അറിയില്ലേ? കർത്താവ് അവിടെ വന്നപ്പോഴേ ആ ഇലയെ നോക്കി. അതിൻ്റെ ഇടയിലൂടെ അങ്ങിങ്ങുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്, നിയമം തെറ്റിച്ചല്ല. പക്ഷേ കർത്താവ് കണ്ടില്ല. യഹൂദനെ കാണിക്കുകയാണ്. ഈ അത്തി യഹൂദനെ കാണിക്കുകയാണ്. ഫലം കായ്ക്കാൻ ദൈവം എക്കാലത്തുമുള്ളവരോട് ആവശ്യപ്പെടുന്നു, എന്നോടും നിങ്ങളോടും. ആത്മീയ ഫലം, പ്രാർത്ഥനയുടെ ഫലം, ആരാധനയുടെ ഫലം, വിശുദ്ധ ജീവിതത്തിന്റെ ഫലം, ദൈവികമായ എല്ലാ നിലയിലും ആത്മീക ഔന്നത്യത്തിലേക്ക് കയറാൻ നമ്മളിനി മടി കാണിക്കരുത്, അമാന്തിച്ചു പോകരുത്. നമ്മൾ ആത്മീയ ഫലമുള്ളവരായി, തീക്ഷ്ണതയുള്ളവരായി, ഗൗരവമുള്ളവരായി, കരുത്തുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നമ്മളിനി മടി കാണിക്കരുത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഫലം കായ്ക്കണം. ദൈവത്തിന് മഹത്വം. ഇലയല്ല കർത്താവിന് ആവശ്യം, കർത്താവിന് ഫലമാണ്. എന്താണ് ഇല? ഇല ഇന്നത്തെ സ്ഥാനമാനങ്ങളാണ്, ഇന്നത്തെ പൊസിഷൻസ് ആണ്, ഔദ്യോഗികമായ ഉയർച്ചകളാണ്, കസേരയും അതിൻ്റെ കളികളുമാണ്. ഇതെല്ലാം ഇലയാണ്. നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇല പോലെ പറയാനുണ്ട്. എന്നാൽ ഫലം പോലെ കാണിക്കാൻ പലപ്പോഴും എന്നിലും നിങ്ങളിലും ഇല്ലാതെ പോകുന്നു. അത് കർത്താവ് ദൂരത്തു നിന്ന് അറിയുന്നു. ഈ അത്തിയുടെ അടുക്കിലേക്ക് കർത്താവ് വന്നതുപോലെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. ഇവിടെ ഒരു പൂർവകാല അനുഭവമാണ്. നമ്മുടെ കർത്താവ് 2 വരവാണ് വെച്ചിരിക്കുന്നത്. അതിൽ 1-ാമത്തെ വരവ് കഴിഞ്ഞു, അത് പാപികൾക്ക് വേണ്ടിയായി. ഇനി 2-ാമത്തെ വരവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. 1-ാമത്തെ വരവ് വിശുദ്ധന്മാർ പാപികളിൽ എത്തിക്കുക, അതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് ഇനി കർത്താവ് വന്നവരോട് പറയാൻ നിൽക്കുന്നില്ല. ഇത് പറയാൻ സഭയെ, എന്നെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊരാത്മീക ഫലമാകട്ടെ. അത് ഞാനും നിങ്ങൾ ചെയ്യണം. ഈ ലോകത്തില് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ഇലയ്ക്ക് സമാനമായ, പച്ചപ്പിന് സമാനമായ
എല്ലാം എനിക്കുണ്ട്. സമൃദ്ധിയുടെ സമാനമായ ആ ഉന്നതങ്ങളില് നമ്മൾ വിഹരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനപ്പുറത്ത് ഒരു ആത്മീക ഫലം എനിക്ക് കർത്താവിന് കൊടുക്കാനുണ്ട്. അത് കർത്താവ് എന്നിൽ നിന്ന് അന്വേഷിക്കുന്നു എന്നുള്ളത് ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ നാം മനസ്സിലാക്കണം. ഒന്നാമമായ നമ്മുടെ പൂർവപിതാവ് ഫലത്തിനാണോ പ്രാധാന്യം കൊടുത്തത്, ഇലയ്ക്കാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തുടങ്ങി വെച്ചത് അവിടെയാണ്. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നപ്പോൾ ആ ഫലത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. പിന്നെന്താ? ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് അവരെ ഇല കൂട്ടിത്തുന്നി നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തിട്ടും ഫലത്തിനല്ല ഇലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. കർത്താവിനറിയാം ഒടുക്കത്തെ യാഥാ നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനും യഹൂദ മക്കൾ ആ ഇലയ്ക്ക് സമാനമായത് കൊടുക്കുമ്പോൾ കർത്താവിനത് സ്വീകാര്യമല്ല. ഫലമാണ് കർത്താവ് നോക്കിയത്. ദൈവസഭയിലേക്ക് കർത്താവ് നോക്കുമ്പോൾ ഇലയല്ല കർത്താവിന് കൊടുക്കേണ്ടിയത്. ഞാൻ നിങ്ങളും എന്തായി, ഇനി എന്താകും, ഈ ലോകത്തിൽ എവിടെയൊക്കെ വന്നു, എവിടെയൊക്കെ ഉയർത്തപ്പെട്ടു, അത് ഇലയ്ക്ക് സമാനമാണ്. എന്നാൽ ഫലം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഹല്ലേലൂയ. ആത്മീക ഫലം, ആത്മീക വരം, ആത്മീയ കഴിവുകൾ, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ചെയ്യാൻ നമ്മൾ ഉത്സാഹിക്കുന്നത് പോലെ അധികമായി ചെയ്യാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആത്മീക ഫലം കർത്താവിന് കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആ ഫലമാണ് ഈ രാത്രി നമ്മിൽ നിന്ന് കർത്താവ് തിരയുന്നത്. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസഭ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ അത് യഹൂദ മക്കൾ നമ്മുടെ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടും അവരിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് ആ കർത്താവിനെ അംഗീകരിക്കാതെ അവര് പലതും പുലമ്പി പിറുപിറുത്തു മാറുന്നത് പോലെ ഞാനും നിങ്ങളും ദൈവസഭയുടെ ഭാഗമായി ദൈവശബ്ദത്തെ തിരിച്ചറിയാതെ, അതിനെ വിവേചിക്കാതെ, ഈ കാലഘട്ടത്തെ അറിയാതെ, ഇനി നമ്മുടെ മുമ്പിലുള്ള സമയത്തെ നാം വിവേചിക്കാതെ, ഇനി കാലം ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ താൽക്കാലിക ലോകത്തിൽ നമ്മുടെ ഹൃദയത്തിലെ താല്പര്യങ്ങളൊക്കെയും പരത്തി നിരത്തി വെക്കുന്ന ഒരു കാലഘട്ടം അല്ല ഇത് എന്ന് അറിയണം, വിവേചിക്കണം. മറിച്ച് ആത്മീക ഫലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കൊടുത്ത് കർത്താവിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാൻ നമ്മെ ചേർക്കുവാനായി വേഗം വരുന്ന നമ്മുടെ അരിമനാഥനെ എതിരേൽക്കാനായിട്ട് എൻ്റെ കയ്യിലും ഒരു പിടിയുണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ എനിക്കും കർത്താവിന്റെ അടുക്കൽ നിന്ന് പ്രാപിക്കുവാനായിട്ടുണ്ട്, അത് ഞാൻ ഇതാ ചെയ്ത് തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും ആത്മീക ശുശ്രൂഷകളും ദൈവത്തോട് കടംപെട്ടിരിക്കുന്നത് കർത്താവിന്റെ മഹത്വത്തിനായി ദൈവസഭയ്ക്കകത്ത്, നിങ്ങളുടെ ലോക്കൽ സഭയ്ക്കകത്ത് കടംപെട്ടിരിക്കുന്നത്, കർത്തൃവേലയ്ക്ക് കടംപെട്ടിരിക്കുന്നത്, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ളത് കടംപെട്ടിരിക്കുന്നത് എല്ലാം ആത്മീക ഫലമായി കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ ശുശ്രൂഷകളെയും, ശേഷാൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.